ഓം ശാന്തി. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ അനന്തശക്തികളുടെ ഭണ്ഡാരം, ജ്യോതിർമയ ആത്മാവാണ്. മഹാജ്യോതി പരമാത്മാ പിതാ ശിവന്റെ പ്രിയ സന്താനമാണ്. എൻ്റെ പ്രിയ പിതാവിനെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ അനുഭവം ചെയ്യുകയാണ്. സ്വയം സർവശക്തിവാൻ ബാബ എൻ്റെ മുന്നിൽ ഉപസ്ഥിതമായിരിക്കുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ബാബയുടെ തേജോമയ ദിവ്യ സ്വരൂപത്തെ. ബാബയുടെ സ്നേഹത്തിൽ ഞാൻ ലയിച്ചു പോകുന്നു. ഒരു ബാബയിൽ നിന്നും സർവ്വതും ലഭിച്ചു. ഇപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് യാതൊരു ചിന്തയുമില്ല. മുഴുവൻ ഉത്തരവാദിത്വവും ഒരു ബാബയ്ക്ക് കൊടുത്ത് ഞാൻ ചിന്തയില്ലാത്തതാകുന്നു. എൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ബാബയുടേതാണ്. ഞാൻ കേവലം നിമിത്ത സേവാധാരിയാണ്. ഞാൻ നിമിത്ത കർമ്മയോഗിയാണ്. ചെയ്യിക്കുന്നവൻ ബാബയാണ്. ഞാൻ സ്വയം ചിന്തയില്ലാത്ത ചക്രവർത്തിയായി അനുഭവം ചെയ്യുന്നു. സർവ ചിന്തയുടെ കുട്ട ബാബയ്ക്ക് നൽകി ഞാൻ പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ കിരീടം ധാരണ ചെയ്തിരിക്കുന്നു. ഞാൻ സദാ പ്രകാശത്തിൻ്റെ കിരീടധാരിയാണ്. ബാബയും ഞാനും മറ്റാരുമില്ല. ഈ അനുഭൂതി എന്നെ സഹജമായി ചിന്തയില്ലാത്ത ചക്രവർത്തിയാക്കുന്നു. സംഗമയുഗത്തിലെ ഈ ചക്രവർത്തി പദവി സത്യയുഗത്തിലേതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഈ കല്യാണകാരി സംഗമയുഗത്തിൽ അനേക ജന്മങ്ങളുടെ ഭാരങ്ങൾ ബാബ ഇറക്കി വെച്ച് ഭാരരഹിതമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സദാ ഡബിൾ ലൈറ്റ് ആകുന്നു, ചിന്തയില്ലാത്തതാകുന്നു. അമൃതവേള മുതൽ ചിന്തയില്ലാത്ത ചക്രവർത്തിയായി ദിവസം ആരംഭിക്കുന്നു. ഓരോ കാര്യവും ചെയ്യുന്നു. സുഖത്തോടെയും ശാന്തിയോടെയും ഉറങ്ങുന്നു. ഇപ്പോൾ മുഴുവൻ കർമ്മേന്ദ്രിയങ്ങളും ഞാൻ ചക്രവർത്തിയുടെ വശത്തിലാണ്. ഞാൻ ആത്മാരാജ, കർമ്മേന്ദ്രിയ ജീത്, മായാ ജീത്, പ്രകൃതി ജീതായിരിക്കുന്നു. ബാബ പറയുന്നു, എൻ്റേതിനെ നിന്റേതായി പരിവർത്തനം ചെയ്ത് നിശ്ചിന്ത ചക്രവർത്തിയാകൂ. ഒരു നിമിഷം കൊണ്ട് വ്യർത്ഥത്തിൽ ബിന്ദു ഇടുന്നതിൻ്റെ പരിശീലനം ചെയ്ത് ഞാൻ സങ്കല്പവും സമയവും സഫലമാക്കുന്നു. ബാബ എന്നെ നിശ്ചിന്ത ചക്രവർത്തി സ്ഥിതിയിലിരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു.
അതിനാൽ ഭക്തർ ഡബിൾ കിരീടം കാണിക്കുന്നു. ഞാൻ ചിന്തകളെ ബാബയ്ക്ക് നൽകി അഭിമാനം സ്വീകരിക്കുന്നു. ചിന്തകളുണ്ടായാൽ ആ നിമിഷം തന്നെ എൻ്റേത് എന്നതിൽ നിന്നും നിൻ്റേതാക്കി മാറ്റുന്നു. ചിന്തകളെ ബാബയ്ക്ക് നൽകി അഭിമാനം സ്വീകരിക്കുന്നു. ബാബയെ പോലെയായി ശ്രീമതത്തിൻ്റെ കൈകളിൽ കൈകോർത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഈ ജന്മം മഹത്തായതാണ്. ഈ ഒരു ജന്മത്തിൽ നിരവധി ജന്മങ്ങളുടെ പ്രാപ്തി നേടാനുള്ള സമയമാണ്. ഈ ഒരു സെക്കൻഡ് നിരവധി ജന്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ സെക്കൻഡും മഹത്വമേറിയതാണ്. സങ്കല്പങ്ങളിലൂടെ ഞാൻ ഓർമ്മയുടെ യാത്ര അനുഭവം ചെയ്യുന്നു. സഞ്ചരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ബന്ധങ്ങളിലായിരിക്കുമ്പോഴും സമയത്തിൻ്റെ വേഗത അമൂല്യ രൂപത്തിൽ തുടരുന്നു. സമയം വിലമതിക്കാനാവാത്തതാണ്. സങ്കല്പം സർവശക്തിവാനാക്കുന്നു. ബാബ പറയുന്നു, ബാപ്പ് ദാദയുടെ ഹൃദയത്തിൽ വസിക്കുന്ന കുട്ടികളെ, വ്യർത്ഥത്തിൻ്റെ കണക്ക് അവസാനിപ്പിക്കൂ. സഫലമാക്കുന്നത് തന്നെയാണ് സഫലത. ബാപ്പ് ദാദ എല്ലാ കുട്ടികളിൽ നിന്നും അലസത സ്വീകരിക്കുന്നു. ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവികളായി മുന്നോട്ടു പോകുന്നു. അതുപോലെ ഓർമ്മയുടെ വിഷയത്തിൽ നിരവധി ജന്മങ്ങളിലെ വികർമ്മങ്ങൾ നശിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നവർ ദ്വാപര കലിയുഗത്തിലും ബന്ധത്തിൽ തുടരും. ഇപ്പോൾ മനസാ സേവനം വർദ്ധിപ്പിക്കൂ. ബാപ്പ് ദാദ എല്ലാ കുട്ടികളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് സ്നേഹത്തിൻ്റെയും ശക്തിരൂപത്തിൻ്റെയും സന്തുലനത്തിലൂടെ സേവനം ചെയ്യുന്ന സഫലതാമൂർത്തിയാകൂ. ഒരു കണ്ണിൽ ബാബയോടുള്ള സ്നേഹവും രണ്ടാമത്തെ കണ്ണിൽ ബാബയിൽ നിന്നും ലഭിച്ച കർത്തവ്യവും സദാ സ്മൃതിയിലുണ്ടാകുന്നു. സ്നേഹിമൂർത്തിയാകുന്നതിനൊപ്പം ശക്തി സ്വരൂപവുമാകുന്നു. ജ്ഞാനത്തിൻ്റെ സത്യമായ കാര്യങ്ങൾ വ്യക്തമായ വാക്കുകളിൽ നൽകുന്നു. വാക്കുകളിൽ സ്നേഹമടങ്ങിയിരിക്കുന്നു. അപ്പോൾ സഫലതയുണ്ടാകും. സർവശക്തിവാനായ ബാബയെ കൂട്ടുകാരനാക്കിയാൽ പശ്ചാത്താപത്തിൽ നിന്നും മോചിതനാകുന്നു. ഓം ശാന്തി.